അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണം. അമ്മയ്ക്ക് നല്ല ക്ഷീണം. അതിൻ്റെ ഉള്ളിൽ നോക്കണം ഇവിടുന്ന്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. സാനിട്ട ഒന്നുകൂടി പറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇപ്പം എന്തായാലും എല്ലാവർക്കും മനസ്സിലായിണ്ടാവുമല്ലോ. നമ്മളെ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും. നമ്മളൊരു കാറ് വാങ്ങി. അപ്പോൾ വർണ്ണാശിച്ച് ചിന്തിച്ച് പറഞ്ഞു കൊടുക്ക്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അപ്പൊ നമ്മളത് വാങ്ങണം കിട്ടിയിരുന്നില്ല. നമ്മളൊരു ഓട്ടോറിക്ഷ അങ്ങനെ വേണമെന്നൊക്കെ ഒരു നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മേനെ എല്ലാവർക്കും ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് കൂടുതൽ ഓരോ സ്ഥലത്തേക്ക് പോകണം. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഇതൊന്നും യാത്ര കുത്തി ഇങ്ങനെ കുലുങ്ങാനും യാതൊന്നും പറ്റൂല. ഇപ്പോൾ ഒരു വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് കാറ് വിചാരിച്ചില്ല. അപ്പോൾ നമ്മളെ അളിയനും അനിയനും സഹായിച്ച് ആ പൈസ നമ്മളുടെ വൺ പേയ്മെൻറ്റ് അവിടെ കൊടുത്തു. അപ്പോൾ ഇത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് നമ്മൾ അടവിട്ടു. അങ്ങനെ നമ്മളൊരു ചെറിയൊരു അൾട്ടണ്ണൂറ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മേൻ്റെ വിശേഷമൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇൻട്രോ പറയണത് എല്ലാ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രോ പറയണത്. ആ സമയം കിട്ടില്ല നമുക്ക് രാവിലെ. അപ്പോൾ ഇത് എടുക്കാൻ പോയ വിശേഷങ്ങളും കാണിക്കുന്നതും അമ്മേൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്മസിൻ്റെ ഞങ്ങളെ ചെറിയ ആഘോഷമൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ കണ്ടുവരാം. അപ്പം എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഹാപ്പി ക്രിസ്മസ്. അപ്പം നമ്മളതാ പോവാൻ നിൽക്കുകയാണ്. നമ്മളെ ഫ്രണ്ടിൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മളെല്ലാ ട്രിപ്പും പോലും ഇന്ന് രാവിലെ അമ്മേനെ കൊടുന്ന അതിൽ തന്നെയാണ്. അപ്പോൾ ഒരു വീട്ടിലാട്ടോ വണ്ടി ഉള്ളത്. അപ്പം അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. കുറച്ച് ഉള്ളിൽ കൂടെ പോകണം. മകളൊക്കെ ഒരുക്കി നിൽക്കുകയാണ്. അപ്പൂസിൻ്റെ അവിടെ ബൈക്കും പോകാൻ കഴിയില്ല, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. പിന്നെ നമുക്ക് വണ്ടി കാണിച്ചു തന്ന ആൾ അത് നമ്മൾ എൻ്റെ ഭയങ്കര ഫ്രണ്ടാണ്. അവനൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി എടുക്കാൻ പോണത് നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടനാണ്. അമ്മ ഞങ്ങൾ പോയെന്നാലോ? അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണം. അമ്മയ്ക്ക് നല്ല ക്ഷീണാണ്. ക്ഷീണം എന്നാൽ ട്രെയിൻ ഇറങ്ങിയപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ വീട്ടിൽ നിന്നപ്പോ ആ മയക്കത്തിന്റെ ഒന്നും കൂടി ഉറങ്ങിയാൽ ഏകദേശം റെഡിയാവും. ഇപ്പൊ ചേച്ചി 8:45 അച്ഛന് വരുന്നുണ്ട്. ചേച്ചീന്റെ വീടിന്റെ തൊട്ട് മുന്നേ തന്നെയാണ് ആ വണ്ടി ഉള്ളത്. അപ്പൊ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഉറക്ക ക്ഷീണുണ്ട്. വന്നിട്ടാണ് ഉറങ്ങാന് അല്ലേ? എന്താ ഫാൻ്റെ ഒന്നും ഇടാത്ത? ചേച്ചിനെ ഇവിടെ ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക്. ചിക്കു വരുന്നുണ്ടോ? എന്താ പറഞ്ഞിട്ടുണ്ട്. വരുന്നുണ്ട്. പോഷയിൽ ഞങ്ങള് 3-4-5 ആൾക്കാരായി ഇപ്പൊ അല്ലേ? പോയോക്കെ കേട്ടോ. നിൽക്കില്ല നിങ്ങള് വന്നിട്ട് കാണട്ടോ. പോവാ അപ്പൊ സാർ എന്താ കഴിഞ്ഞില്ലേ? ചിന്തേച്ചി വരുന്നുണ്ടോ? ആ ബസ് ഒന്നും കറക്റ്റ് ടൈമിൽ ഓരോ ആള് 9 മണിക്ക് ഒന്ന് പോവുകയും ചെയ്യും. അതാണ് ചേച്ചി എത്തിട്ടാ ഒരു ഹായ് അടിക്കാൻ വരുമ്പോ തന്നെ വന്നിട്ടാണ് ഞങ്ങൾ പോണെങ്കിൽ എത്തിക്കാൻ. ഇതില്ലല്ലോ. അപ്പൊ അമ്മേൻ്റെ അടുത്ത് ആളുണ്ടല്ലേ? സന്ധ്യ വിളിച്ചപ്പോ എന്താ കളർഫുള്ള് സാരി ഒക്കെ എടുത്തുണ്ട്. ഫുൾ മാച്ചിലേ നടക്കുള്ളൂ അല്ലേ? വന്നല്ലേ? വന്നു. അപ്പുട്ടിയാടല്ലേ? വേവാ കഴിഞ്ഞില്ല. അമ്മേനെ മരുന്നടിച്ചോ? ഞാൻ പ്രസാദിക്കുന്ന തന്നെ ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഇറക്ക ക്ഷീണം. അടിപൊളിയുള്ള കമ്മല്. വണ്ടിയിൽ നമ്മൾ പോവണേ അല്ലേ? കഴിഞ്ഞു നേരത്തെ. നമ്മളെ ബസ് പാറി വരുന്നുണ്ടല്ലോ. ഷിജ പറഞ്ഞില്ലേ?
ഇവിടെ നമ്മളെ വണ്ടിക്കാരൻ എവിടെ ഫ്രണ്ട് എവിടെ ഇതാണ് നമ്മളെ ആള് അതല്ല എവിടെ റിയാസ് എവിടെ എന്നാ പോവാ കേറി 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 റിയാസ് ഉണ്ടോ ഇതാണ് നമ്മളെ ആളുണ്ട് റിയാസ് ഇങ്ങോട്ട് നോക്കാം നമ്മളാളിതവിടെ ഇത് മറ്റേ പോട്ടസ് 2025 8 മാസം. അപ്പോൾ ആൾക്ക് ചെറിയൊരു വണ്ടി കച്ചവടമൊക്കെ ഉണ്ട്, കൂടുതലായിട്ടില്ല, 1-2 വണ്ടിയൊക്കെ കൊണ്ടും നല്ല വിലയുറച്ച് കിട്ടും. ആളെ നമ്പർ ഞാൻ നമ്മളറിയുന്ന ആളിനെയാണ്, നമ്പർ ഞാൻ അതിൽ താഴത്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ, കാരണം നല്ല റേറ്റ് വില കുറച്ച് കൊടുക്കുന്ന ആളാണ്. നമ്മളെ കടയിലൊക്കെ ആകുമ്പോൾ ഒരുപാട് പൈസ വരും. കടക്കാരെ നമ്മൾ കുറ്റം പറയല്ല, കടയിൽ വാടകയും കാര്യമൊക്കെ ആകുമ്പോൾ കുറേ വരും, ആ പ്രശ്നങ്ങളൊന്നും വരില്ല. നല്ല വണ്ടി നോക്കി തരും. അവിടുന്ന് ചാവിയാട്ടല്ലേ ഇതിന്റെ പേപ്പറൊക്കെ ബാക്കിൽ ചെയ്ത സെൻസറില്ലേ അതിന്റെ പേപ്പർ. എന്താ പൊസേറ്റ് ഹോർലിക്സാ എന്നിട്ട് നമ്മളെ ആള് മെയിന് നമ്മളെ വലം കൈയാണത്. വണ്ടി കൊടുക്കുന്ന ആള് ഇത് വെട്ടുമ്പോളാണ്. ഇവനോട് ഗഫൂർ ഇത് ചെറിയൊരു കച്ചവടക്കാരനല്ല, നമ്മളെ ഫ്രണ്ടാണ്. പക്ഷെ അവനായിട്ട് ബന്ധപ്പെട്ടാല് വണ്ടികൾ പറഞ്ഞാൽ കിട്ടും. അറിയാസ അതെ, ഏത് വണ്ടിയാണെങ്കിലും കിട്ടും. പിന്നെ കുറഞ്ഞ ലെവലിൽ നമുക്ക് വാങ്ങി കൊടുക്കാം. ശരി, ഒരു കച്ചവടക്കാരായിട്ടല്ല, നമ്മളെ വീടിന്റെ അടുത്താണ്, നമ്മളെ ചെറുപ്പം പോലെ നമ്മളെ ഫ്രണ്ടാണ്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന് ഏത് വണ്ടി വിശ്വസിച്ച് നമ്മുടെ നാട്ടിലൊക്കെ റിയാസ് എടുത്തു കൊടുക്കുന്ന വണ്ടി എല്ലാവർക്കും അല്ലേ, വേണ്ടൊരു സമീപിക്കും. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി, ഒന്നും ഇല്ലാത്ത വണ്ടി ഉണ്ടാവും, കുറഞ്ഞ ലെവലിൽ എടുത്തു കൊടുക്കാം. കുറഞ്ഞ ലെവലിൽ നമ്മളെ വണ്ടി ഇതാണ്, ആൾട്ടോ 800. ഇവിടുന്ന് മാറിക്കണത് മുതലാളി മാറിക്കണം വണ്ടിന്റെ ചാവി അവിടുന്ന് കൈമാറി. അപ്പൊ ഇത് മൂത്ര കജ്ജിന് കൊടുത്തിട്ട് അതെ ഞങ്ങൾ അവിടുന്ന് കൈമാറി അവിടെ കൊടുക്കുക, ചാവി കൊടുക്കുക, അടുത്ത് ഇയാള് ബ്രോക്കർ 10,000 പറ്റിച്ചു. നമ്മള് വെറും കാറ് സ്പീഡ്. ഇത് മുതലാളി പഴയ മുതലാളി, ഇപ്പത്തെ മുതലാളി അതാണ്. ജോലി പിച്ച ലാസ്റ്റ് എന്താ സ്ഥിരം ട്രിപ്പ് ഉണ്ടായിരുന്നു പോയി. ഞാൻ എപ്പോഴും പറഞ്ഞ കളിയാക്കി ട്രിപ്പില് പോയിപ്പോ അത് ഓർഡർസില്ല. പഠിച്ചാണ്ടാവാ കുട്ടി ഞാനും കൊണ്ട് നടന്നതല്ലേ, അതിന്റെ കാര്യമല്ലേ ചെറിയ മാത്രം ഉണ്ടാവും.
ഇതിനും കൂടി കൊണ്ടേക്കോളെ കണ്ണന്റെ ഇത് തുറക്കണൊക്കെ മനസ്സിലായില്ലേ ഒന്ന് ഡിക്കും ഒന്ന് ഒരു 1000 രൂപ ഇങ്ങനെ അടിച്ചോണ്ടിട്ടോ എന്നാലും എച്ചോടിക്കലും പോകാൻ പറ്റില്ല ഡിക്ക് തുറന്നു കണ്ട അമ്മപ്പൊട്ട് ബാക്കി എടുക്കട്ടോ അപ്പൊ ഡിക്ക് വണ്ടി എടുത്ത് പോകുന്നതോ എന്താ പറയണ്ടറിയില്ല എന്താ പറയണ്ടെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷാണോ ടെൻഷൻ എന്താ പറയുക സങ്കടാണോ എല്ലാം കൂടി ചേർന്നതാ. ഇപ്പൊ നമ്മളിപ്പോ വണ്ടിന്ന് ഇവിടെയൊക്കെ ഉള്ളേരിയ കേട്ടോ. എപ്പോഴാ ഒരു ആകെ വളവും തിരുവൊക്കെയാണ്. എങ്ങനെ വണ്ടി ഉണ്ടെന്ന് അറിയില്ല. പിന്നെ എന്താ പറയാ വണ്ടി എടുത്തിട്ട് കൊറേ ആയില്ല. വണ്ടി എടുത്തിട്ട് കുറെ കാലമായി ഞാന്. എല്ലാതുണ്ട് കേട്ടോ. നല്ല AC എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അമ്മേന്റെ കുട്ടിക്ക് പറയാം അമ്മക്ക്. നമ്മള് വണ്ടിയെ കൊണ്ടുവന്നു. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് ഇങ്ങനെയൊക്കെയാണ്. അമ്മ വരാൻ വയ്യ. അപ്പൊ അവിടെ വന്ന് നോക്കി അമ്മ. ചാവിയൊക്കെ അമ്മേന്റെ കൈ കൊണ്ട് കൊടുത്തു. അമ്മയ്ക്ക് ഇന്ന് ഭയങ്കര വിറയലാണ്. ഭയങ്കര വിറക്കാണ്. ഇങ്ങനെ ചാടിയത്. കുറച്ച് ചൂടുവെള്ളം കൊടുക്കാൻ പാടില്ല. അപ്പൊ കുറച്ച് ചൂടുവെള്ളം കൊടുത്തു. കഞ്ഞിയെ കൊടുത്ത് അപ്പൊ അമ്മേനെ വണ്ടിയിൽ കയറ്റണം എന്നുണ്ടെന്ന്. പക്ഷെ അപ്പോൾ ഇവർ 2 ദിവസം കഴിയട്ടെ. കാരണം അപ്പൊ ഇന്നത്തെ നമ്മള് വണ്ടി എടുക്കണല്ലോ. എങ്ങോട്ടും പോകണില്ല. നാളെ ഇപ്പം ഞാൻ അമ്പലത്തിലൊന്ന് പോകണമെന്നുണ്ട് വണ്ടി കൊണ്ട്. രാവിലെ എന്നിട്ട് അമ്മേനെ ഇതിനെങ്കിലും ഒന്ന് ഇരുത്തി കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങാൻ പറ്റില്ല അമ്മയ്ക്ക്. അതാണ് മെയിൻ പ്രശ്നം. സ്റ്റെപ്പുകൾ കയറാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി ട്രീറ്റ്മെന്റ് ഉള്ളത്. അതായത് ഇന്നലെ പറഞ്ഞത് ഫെബ്രുവരി 5-ാം തീയതി പോകണം. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ചോദിച്ചറിഞ്ഞ അന്വേഷിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞാൽ പോകുന്നത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കോഴിക്കോട് ഡിസ്ചാർജ് ആയി ഇന്നലെ. സന്തോഷം. അത് കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. ഭക്ഷണമൊക്കെ എല്ലാതും കഴിക്കാം. എരിവും പൂളാം. മസാല കൂട്ടിയിട്ടൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഒരാഴ്ച എല്ലാം കൊടുത്ത് തുടങ്ങാ പറഞ്ഞു. അപ്പൊ പിന്നെ തണുത്തത് ആക്കുക. പിന്നെ എരിവ് പുളി കുറച്ച് കുറയ്ക്കുക. പിന്നെ രുചി കിട്ടും പറഞ്ഞിട്ടുണ്ട് അല്ലേ? കുറച്ച് കഴിയുമ്പോ രുചി കുറച്ച് കിട്ടും. എന്നാലും മാറും. അപ്പൊ നമുക്കുള്ള വണ്ടി ഒന്ന് കാണാനേ. നമ്മ കടക്കട്ടോ. അതാണ് ഇപ്പൊ സന്ധ്യച്ചി കൂടി വേണത്. സന്ധ്യച്ചി കണ്ടില്ല കാറ്. സന്ധ്യ വിളിക്കുന്നുണ്ട്. ഷാനിട്ട കണ്ടോ? നമ്മളെ തറവാട്ടത്തെ മക്കളൊക്കെ കാറ് കണ്ടുപോയിട്ടോ. ചെറിയമ്മ എല്ലാരും ഉണ്ട്. നമ്മളെ കാറ് വന്നപ്പോ എല്ലാരും ഇവിടെ നിരനിരയായിട്ട് നമ്മളെ കാത്തിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ആരും ഇല്ല. എല്ലാരും വരുണ്ടാവും. ഇനി വാ നമ്മളെ ഷാനിട്ട് എത്തിയിട്ടുണ്ട് എന്തായാലും സ്ഥലത്ത്. അപ്പൊ നമ്മളെ വണ്ടീന്റെ പേര് പറഞ്ഞു കൊടുത്താ അൾട്ടോ 800 അല്ലെ? നമ്മളെ കാറിനൊരു പേര് ഇട്ട് കൊടുക്കണം അല്ലേ? എല്ലാ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു 2016 ലാസ്റ്റ് വണ്ടിയാണ്. വൈറ്റ്. ഈ അൾട്ടോ ഞാൻ ഫസ്റ്റ് ഓടിക്കാണ്. ഇതുവരെ ഓടിച്ചിട്ടില്ല. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആദ്യം നമ്മളെ കയ്യിൽ നാനോ ഉണ്ടായിരുന്നല്ലോ. സിന്ധിച്ച് എന്താ പോളിഷ് ഉണ്ടോക്കെ. ഡ്രൈവിംഗ് പഠിപ്പിക്കണം. അതാള് ഒരാടുന്ന് വാങ്ങിയ വണ്ടിയാണ്. RC ഓണർ ഒന്നാണ്, മാറ്റിയിട്ടില്ല. ഇപ്പൊ ഫുള്ള് ലേഡീസ് ആണല്ലേ വണ്ടി ഓടിക്കണ. അതാണ് വണ്ടി. വണ്ടി സൂപ്പർ അല്ലേ? കാണില്ല. ഞാൻ ഇപ്പത്തെ കൂടെ വരാം. തുറക്കട. ഞാൻ ബാക്ക് കാണിക്കട്ടെ ഫസ്റ്റ്. എല്ലാരും അൾട്ടോ കണ്ടിട്ട് വന്നാലും നമ്മളെ ഒരു സന്തോഷം കൊണ്ട് കാണിക്കാം. ഇരുന്നോക്കാം. സീറ്റിൽ കയറാൻ പറ്റുമോ? എന്താ കയറി ചാവില്ലല്ലോ. അതിന്റെ ഉള്ളിൽ പെട്ടു. ചാവില്ലല്ലോ. സിന്ധിച്ച് കയറല്ലേ? വെറുതെ കേറിക്കോ. അപ്പുറത്ത് കൂടെ കേറ്. അതിലെ കയറാം. അതിലെ കേറിക്കോ. അപ്പൊ എല്ലാരും കേറട്ടെ. ആന്റി കുട്ടി കയറുന്നില്ലേ? ആന്റി കുട്ടി കയറുന്നില്ലേ? കയറ്. അവിടെ കയറി. അതിലെ കയറണില്ല. എങ്ങനെയുണ്ട് സുഖം? എങ്ങനെയുണ്ട്? ചൂട് AC ഉണ്ട്. AC ഇട്ടാ മതി.
അത് കളിക്കല്ലോ. സാനിട്ട് കയറണ്ടേ? അപ്പൂസ് എങ്ങനെയുണ്ട്? ഞാൻ അപ്പൂസാണ് വണ്ടി ഓട്ടേണ്ട ആള്. ഞങ്ങളെ കൊണ്ടിടക്കേണ്ട പോകാനാണ്. അത് ചെയ്യില്ല. നോക്കട്ടെ. ഷാനിനോട് പറയാതെ ഞാൻ വിടട്ടെ, അപ്പൊ വേണ്ടാന്ന്. ഷാനിനോട് ആന്റി വിടട്ടെ വേണ്ടാന്ന്. ആള് വണ്ടീന്റെ ഉള്ളിലൊക്കെ കാണാല്ലേ. എല്ലാ കുഴപ്പങ്ങളൊന്നും ഇല്ല. ചെറിയ കുട്ടികളെന്തോ പിത്തന ചെയ്ത പണികളുള്ളൂ. കുട്ടികൾ ഇവിടെ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എന്തോ അതാ ആഷ് ഇട്ടില്ല, സിഗരറ്റ് ഒക്കെ കത്തിക്കണേ, അതിലുള്ളത് കുത്തിയാണ്ട് ചോരപ്പത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് മാറ്റിയാ മതി. അത് പ്രശ്നങ്ങളൊന്നും കാണാല്ല. ഇരിക്കാൻ കുഴപ്പമില്ലല്ലോ. എന്താ വെച്ചാ സുഖല്ലേ? ഇപ്പൊ അമ്മേനെ ഇരുത്താനാണ് ഇപ്പൊ. ആ പാട്ടൊക്കെ ഉണ്ട്, റെഡിയാണ്. എന്താ അറിയില്ല, നമ്മള് ഇങ്ങനത്തെ വണ്ടി ഫസ്റ്റ് കാണാം. വണ്ടി ഓണാക്കാതെ ഇവിടെ JCB വന്നിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ട്. വണ്ടിന്ന് ഒരു പാട്ടടിക്കുന്നുണ്ട്. പാട്ട് പാടിക്ക വണ്ടിന്ന്. ഞാനാ അത് വേണോ? അമ്മേനെ കൊണ്ടാണ് നമുക്ക് മെയിൻ ആയിട്ട്. അതന്നെ എന്താ സന്തോഷം. അല്ലെങ്കിൽ നമ്മളിപ്പത്തെ എന്താ ഒന്നും പറയാൻ കിട്ടണില്ലേ? അതെ അതെ. ഇതൊന്നും ജീവിതത്തില് ആദ്യം നമുക്ക് ഉണ്ട്, എന്നാലും അതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോ ഇപ്പൊ ഇതാണ് പ്രത്യേകിച്ച് കാരണം പറഞ്ഞാല്, അല്ലെങ്കിൽ നമ്മളിപ്പത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്യൂല. അത് അമ്മ ഇങ്ങനെ ഒരു സഹായങ്ങൾ തന്നു ചെയ്തപ്പോ നമ്മൾ പെട്ടെന്ന് അതിനോട് ചെയ്തു. കാരണം എപ്പോഴും നമുക്ക് ഇനി അമ്മേനെ കൊണ്ട് പുറത്തിറങ്ങണോ, ഇങ്ങനെ കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ്സിലൊക്കെ കയറി ഇറങ്ങി നമ്മള് ബാധ്യതകളൊന്നും നോക്കിയില്ല, അവിടെ നോക്കി. അതെ, ഒരു അമ്മേന്റെ മൊത്തമുള്ള ചിരി കാണാൻ വേണ്ടിട്ട് ഇത് കൂടിയപ്പോ വളരെ സന്തോഷമായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ആർഭാടത്തിനോട് നമുക്ക് ഇഷ്ടമല്ല. എന്നാലും അമ്മ എന്നാലും വേണ്ട, ഇങ്ങനെ പൈസന്റെ തിരക്കല്ലേ ഇപ്പൊ, അപ്പൊ വേണ്ട വേണ്ടെന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷെ എന്നാലും നിർബന്ധിച്ച അളിയനും അനിയനും ഒക്കെ നിർബന്ധിച്ചപ്പോ അങ്ങനത്തെ ആക്കി എല്ലാരെ ഇതുകൊണ്ടും കൂടി അങ്ങനെ. അപ്പൊ നമുക്ക് ഇനി അടിപൊളി കേക്ക് കുറിക്കണ്ടേ? ഞങ്ങള് ക്രിസ്മസ് ആണ്, പിന്നെ നമ്മള് വണ്ടി എടുത്ത സന്തോഷം എല്ലാം കൂടെ ഇപ്പൊ ചെറിയൊരു കേക്ക് വാങ്ങി. അത് ഇവിടെ ചെറുകോട് പട്ടണംകൊണ്ട്, ചെറുകോടുള്ള സ്ഥലം പട്ടണം കൊണ്ട് ഇഞ്ച് വേണ്ട അതിന് പോവല്ലേ. ചെറുകോട് അറിയില്ലേ? എന്താ പറയാ, വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഞാൻ മുമ്പേ നമ്മളെ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മളെ വണ്ടീൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് അറിയാം കേട്ടോ. നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ വാട്സപ്പിൽ നമ്മളെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. വൈറ്റ് ആയതുകൊണ്ട് ചെക്ക് വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ നമ്മളെന്താ വെച്ചാൽ ഈ വല്ലാതെ ഹൈറ്റ് ഇല്ലാത്ത കാരണം ഈ വണ്ടിക്ക് നല്ല സുഖമാണ്. ഇപ്പം നമുക്ക് കുറേ സ്ഥലം പോകാണ്ട് അമ്മേനെ കൊണ്ട് ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ കുറച്ച് അമ്പലത്തേക്ക്, പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ പറ്റില്ല, 1.5 മാസം കൂടി ആവണം. എന്നാൽ പിന്നെ ഓരോ സ്ഥലത്തേക്ക് പോകണ്ട. അതിന് മുമ്പേ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സ്ഥലത്തേക്ക് പോകാണ്ട്, അമ്പലങ്ങളിലേക്ക് ഓരോ സ്ഥലത്തേക്കാണ്. കണ്ണൂർ പോവാണ്ട്, അതിനൊക്കെ നമ്മൾ ട്രെയിനിനെ പോകുള്ളൂ അല്ലേ? കണ്ണൂർക്ക് നമ്മൾ ട്രെയിനിനെ പോകുള്ളൂ. പിന്നെ അങ്ങനത്തെ ഒന്നും അങ്ങനെ ലോങ്ങൊന്നും ഞാൻ ഇതുവരെയായിട്ട് വണ്ടി ഓട്ടിയിട്ടില്ല. നമ്മളെ തുണിക്കച്ചവടത്തിന് ഇങ്ങനെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് എന്തെങ്കിലും തുണിക്കച്ചവടമോ അപ്പോൾ റബ്ബർ ടാപ്പിങ് ആയിട്ടില്ല. എന്തെങ്കിലും എൻ്റെ ബാക്കിൽ മാക്സിൻ്റെ കച്ചവടം എന്തൊക്കെയൊക്കെ റോഡ് സൈഡിൽ ചെയ്യണമെന്നുണ്ട്. നോക്കാം. ഒക്കെ പാടെ വിചാരിച്ചിട്ടാണ് നമ്മളത് എടുത്തത്. ഇപ്പം നമുക്ക് ചെറിയൊരു കേക്ക് കൊടുക്കുന്നുണ്ട്, സന്തോഷം പങ്കുവയ്ക്കാം. അപ്പം മുറിക്കല്ലേ? ഞങ്ങൾ കേക്ക് കുറിച്ചാലോ? അമ്മ ക്ഷീണമായിട്ട് കിടക്കട്ടെ. അപ്പം ഞങ്ങൾ കേക്ക് കുറിക്കാണ് അല്ലേ? അമ്മ കിടക്കാണ്. അതിൻ്റെ ഉള്ളിൽ മുറിക്കണം ഇവിടുന്ന്. ഇൻഫെക്ഷൻ കുട്ടികളൊരു കുട്ടികളല്ല. അപ്പം എന്താണ് ഞങ്ങളെല്ലാവരും മുറിക്കുന്നത്. അപ്പോൾ ആരുമില്ല, കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ ആരും ഇപ്പോൾ ഒക്കെ അവിടെ പോയിട്ട് അങ്ങോട്ട് പോയതാവും. കാത്ത് കുറേ നേരം കാത്തുനിന്ന് കാണാനല്ല. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ കൂടുതൽ ആൾക്കാരായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ചൂട് ഇൻഫെക്ഷൻ ഓരോ ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് മുറിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇവിടെ കിടക്കായതുകൊണ്ട് ഇപ്പം നാളെയൊക്കെയാണെന്ന് വെച്ചാൽ പറ്റി നിന്നിപ്പോൾ നാളെ 2 ദിവസം കഴിഞ്ഞാൽ കുഴപ്പമൊന്നും വല്ലാതെ കുറച്ചൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഇവിടെ ഇന്നത്തെ എന്നാലിപ്പോൾ അതൊന്നും പറ്റൂല. അപ്പം ഇങ്ങനത്തെ ഒരു ദിവസം ആയതുകൊണ്ട് നമ്മൾ ഒരു സന്തോഷം. ക്രിസ്മസ് ആയി നമ്മൾ കേക്ക് മുറിക്കല. ഉഷാറില്ലാത്ത
തൊപ്പി തലക്കില്ല, എല്ലാരും തൊപ്പിയും ചെറുതാണ്. ചെറിയ തൊപ്പിയാണ്, തലയിൽ നിക്കണില്ല. അപ്പൊ ഞാൻ അമ്മയ്ക്ക് കൂടി, പക്ഷെ അമ്മയ്ക്ക് ഇടാൻ പറ്റുമല്ലോ. അപ്പൊ ഷാനിട്ടുണ്ട് തൊപ്പിയില്ല. കേക്ക് കുറിക്കണ്ടേ? ആ ഇജ്ജ് മുറിച്ചോ, അതിനെന്താ? ഇജ്ജ് അപ്പൂസും എല്ലാരും മുറിച്ചോളെ. നമ്മള് പേരൊന്നും എഴുതിയില്ല കേട്ടോ. ചെറിയ വലിയ കേക്കൊന്നല്ല, ചെറുതാണ്. അപ്പൂസ് മുറിച്ചോ. ഷിജി അവിടെ ഇരുന്നോ? രണ്ടാളിരുന്ന് മുറിച്ചോ. ആകാശ ഷാനിട്ട് മുറിക്കണ്ടേ അല്ലേ? ഷാനിട്ട് നമ്മളതെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഷാനിട്ട് ഇതിൽ നോക്കി പറയും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഷാനിട്ട് കേക്ക് മുറിക്കാണ്. മുറിച്ചോ. ഞമ്മളെ കൈയിട്ട് അപ്പൂസ കൈയ്യൊട്ടി കൊടുക്കടാ. അമ്മ ഞങ്ങൾ മുറിച്ചുട്ടാ. അമ്മ ഒരു കഷ്ണം കൊണ്ടുവരാന്. ഞാൻ കറക്റ്റ് ആക്കി ഇവിടെ മുറിച്ചു. ആ കൈ എല്ലാം അനക്കല്ല കേട്ടോ. അത് നൂർത്തേക്ക്. അമ്മക്ക് പ്ലേറ്റിലാക്കി കൊടുക്കേ. പ്ലേറ്റിൽ ആ സാനിറ്റർ കൊടുക്ക്. സാനിറ്റ മുറിച്ചാ കൊടുത്ത സാനിറ്ററിന് അനി വയല് ചേട്ടെ ഇഷ്ടല്ലോ അവന്. അമ്മക്ക് പ്ലേറ്റ് അമ്മയ്ക്ക് പ്ലേറ്റ് കൊടുക്ക. അപ്പോ വേറെ എന്താണ് വലുതാണ്. പിന്നെ ഞാൻ പിന്നെ കേക്കിനോട് എനിക്ക് പൊതുവെ എനിക്ക് ഇഷ്ടല്ല. അത് പറഞ്ഞിട്ട് കഴിയില്ല. കഴിച്ചോ. സിജിക്കനെ അണക്കന്നെ കൂടുതൽ ഇഷ്ടം. കഴിച്ചോ. ചീ ചെറിയ വിട്ടത്. അപ്പൊ നമ്മളെ ക്രിസ്മസിന്റെ കേക്കും കഴിഞ്ഞ് വണ്ടി മുറിച്ച കേക്കല്ലേ? വണ്ടി മുറിച്ചില്ലേ? വണ്ടി എടുത്ത് വേറെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ക്രീമാണമ്മ. ചെറിയ ഒട്ടക്കത്തിന് ചെറിയ ഒട്ടിന്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. നാളെ നമുക്ക് വണ്ടി കയറാം കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ. നിങ്ങളെന്ത് കൂടെ ഇങ്ങനെ കൊണ്ടുപോകാം റോട്ടിൽ കൂടെ. ഇനി നമ്മൾ ഇങ്ങനെ പോവാനല്ലേ അമ്മ അല്ലേ? അയ്യോ അത് വേണ്ട. എന്നാ കഴിച്ചോളൂ. കഴിച്ചോളൂ. കഴിഞ്ഞ എന്ത് അപ്പോ വയറ് എനിക്കിട്ടങ്ങനെ എന്നാല് അല്ലേ? വയറ് എനിക്ക് കഴിച്ചോളെ. പച്ചക്കറി വരുന്നുണ്ട്. പച്ചക്കറി മേടിക്കാം. കേക്ക് എത്ര എന്നാലും മതിയാകാത്ത ഒരാളാണ്. ഇപ്പൊ സന്ധ്യച്ചും കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു രസമാണ്. പക്ഷെ ഓരെന്താ വെച്ചാല് ഇപ്പൊ ഇങ്ങനെ ഇട്ട ഇൻഫെക്ഷൻ കൂടും കരുതിട്ട് ആരും വരാത്തത്. അപ്പൊ നമ്മള് വർത്താനം കേക്ക് മുറിക്കുന്ന തിരക്ക് പറഞ്ഞോണ്ടിരിക്കാണ്. കേക്ക് തിന്നുന്ന തിരക്കായിട്ടാണ് കേട്ടോ വർത്താനം. നോക്കി ഷാനു കൈ നോർത്തല്ലേ മടക്കണ്ട. വയറേക്കല്ലോ. അമ്മേ ഇത് തിന്ന സാരട്ട കഴിച്ച ഫുള്ള് കഴിച്ച എന്താ സാരട്ടോ. അരി കടിത്തരാ ഇങ്ങനെ കേട്ട അപ്പൂപ്പനായി ക്രിസ്മസ് അപ്പൂപ്പൻ. പകരത്തിന് പകരം കിട്ടിയില്ല. അപ്പൊ ഏകദേശം കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. നിങ്ങള് വരുമ്പോഴേക്കിന് കഴിച്ചിട്ടോ. കഴിഞ്ഞില്ലേ? ആരോടും പറയണ്ടല്ലേ ഷാനു. 4-5 വർഷം തിന്നിട്ടൊക്കെ ഇന്ന് ചോറും കഞ്ഞിനും വേണ്ടിയില്ല. വയറ് മേടിക്കും. പോട്ടെ കേറ്റ് കേറ്റ്. അപ്പൊ നമ്മളെ കേക്കുറിയൊക്കെ കഴിഞ്ഞു. സിന്ധിച്ചക്ക് വയറ് വേനച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ മാത്രം ചെറിയൊരു കഷ്ണം തന്നിട്ടുള്ളൂ. അപ്പൂസ് തിന്നിട്ടില്ലേ? അപ്പൂസും സാധനത്തിനാണ് കൂടുതൽ കഴിച്ചത്. ചോറിനിട്ടില്ലേ? അപ്പൂസ് ചോറുന്നില്ല. ഇപ്പൊ എന്താ പറയാ, വളരെ സന്തോഷമുണ്ട്. എന്താ പറയാ, പ്രതീക്ഷിക്കാതെ ഒരു
നമ്മളെ കാറും കിട്ടി. കാറും കിട്ടി. പ്രതീക്ഷിക്കാതെ പറഞ്ഞാല് നമ്മള് വിചാരിച്ചേന്ന് കേട്ടോ എന്താ കാറ് അതിപ്പോ ആരും വിചാരിക്കുമല്ലോ ഇപ്പൊ. പക്ഷെ നമുക്ക് പണ്ട് ഇതേമാതിരി ഞാനുള്ളതുകൊണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോ ആക്കും പോലെ ഇതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ തന്നെ ഇങ്ങനെ ഇടാവുന്ന കരുതിയില്ല. വളരെ സന്തോഷമുണ്ട്. എന്താ പറയാ, അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. വളരെ സന്തോഷം ആയി. വളരെ സന്തോഷമായി, വളരെ സന്തോഷമായി. ഇനി കുറേ സ്ഥലങ്ങൾ നമുക്ക് യാത്ര ഉണ്ട് തുടങ്ങണം. അപ്പോൾ പോണത് നേരത്തെ പറഞ്ഞോട്ടെ, നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ല. നമ്മൾക്കൊരു സന്തോഷപ്പെട്ട ദിവസം നമ്മൾ ഓരോ കാര്യം പറയുകയാണെങ്കിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പം എന്താല്ലേ, അപ്പോൾ പറയ്. ചിന്തിച്ച് ഒന്നും പറയില്ല. വണ്ടി എടുത്തതിനെ പറ്റി സന്ധ്യച്ച് ഇപ്പൊ തന്നെ വിളിച്ച് ചോദിച്ചിട്ടോ എത്ര സീറ്റ് ഉണ്ട്, എത്ര ആൾക്കാർ പോകാൻ പറ്റും ഒക്കെ വിളിച്ചു. ചിന്തിച്ച് ഒന്നും കൊണ്ടില്ല. സന്ധ്യച്ച് ചോദിക്കാണ് ബാക്കിൽ എത്ര ആളെ കൊള്ളും, എത്ര ആൾക്ക് പോകാൻ പറ്റുന്നൊക്കെയാണ് ആൾക്ക് അറിയേണ്ടത്. സിന്ധ്യച്ചിക്ക് ഇതേമാതിരി മാസം ഇവിടെ പോവാണ്ട്, ഇവിടെ കോഴിക്കോട് പോവാണ്ട്, ഷിജീനെ കൊണ്ട് മഞ്ചേരി പോവാണ്ട്. ഇനിയിപ്പോ നാളെ പോണം. അപ്പൊ ഞങ്ങളൊരു പ്രശ്നം ഉണ്ട് ഇപ്പൊ പറയണില്ല. ഇനിയിപ്പോ പറഞ്ഞപ്പോ ഈ അസുഖത്തിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ നമ്മളൊന്നും പറയില്ല. അപ്പൊ എല്ലാം ഞങ്ങൾ സന്തോഷപൂർവ്വം, അതിലും വലിയ അസുഖം ഒന്നുമില്ല. അപ്പൊ ഒക്കെ അങ്ങനെ പറിച്ചു നിർത്തി. അപ്പൊ അത് പോട്ടെ അല്ലേ, നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇനി ഓരോ ട്രിപ്പ്, ഫസ്റ്റ് ഓരോ ട്രിപ്പ് ഹോസ്പിറ്റൽ ട്രിപ്പാണ് തുടക്കം കുറിക്കണം ഓരോന്നിട്ട്. അപ്പൊ ഷിജീനെ വരെ പോകാനായി, അപ്പോസിന് റൗണ്ട് അടിക്കാനായി. അപ്പോസിന് ഒരു ദിവസം പോയാൽ മതി. ഞാൻ റൗണ്ട് അടിച്ച് കഴിഞ്ഞതാണ്. നാളെ അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ചിന്തച്ചിക്ക് എന്താ ഡേറ്റ് ആയിട്ടില്ല. അപ്പൊ അത് കോഴിക്കോട്ടേക്ക് ഒക്കെ നമ്മളെ വണ്ടി തന്നെ ഓട്ടോ. അപ്പൊ ഓട്ടോയ്ക്ക് ഒരു മാസം പറഞ്ഞാൽ നമ്മൾ നല്ല സംഖ്യ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോകുന്ന ആള് നമ്മളെ ഗഫൂർ പറഞ്ഞിട്ടല്ലേ, അപ്പൊ പറയാ നമ്മളെ ട്രിപ്പ് പോയിന്ന്. കാറ് എടുക്കാൻ തന്നെ അറിയാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇന്ന് ഒഴിവാക്കരുത്, ട്രിപ്പ് ഒഴിവാക്കരുത് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഡ്രൈവറായിട്ട് കൊണ്ടുപോകണ ഓനൊക്കെ തന്നെ കൊണ്ടുപോകുക. കാരണം ഞാനൊന്നും അധിക ദൂരം എനിക്ക് പോകാൻ ഓട്ടാനൊന്നും അങ്ങനെയൊന്നും പഠിച്ചിട്ടുണ്ട്. എല്ലായിടത്തും കൂടെ പോകില്ല, കോഴിക്കോട് സ്ഥലത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ധൈര്യക്കമ്മിയുണ്ട്. കാരണം നമ്മൾ എങ്ങോട്ടും പുറത്തിറങ്ങാതെ ഇങ്ങനെ ഒരു കൂട്ടിൽ അടച്ചിട്ടാൽ ഇവിടെ നമ്മളെ റബ്ബർ തോട്ടം അല്ലെങ്കിൽ ജോലി സ്ഥലം എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ അല്ലാതെ നമ്മൾ ഇങ്ങോട്ടും പോയി ശീലമല്ലല്ലോ. ഇപ്പം ഈ തിരുവനന്തപുരത്തേക്കൊക്കെ തന്നെ എപ്പോഴാണ് പോയി ഇറങ്ങൽ തുടങ്ങി. അപ്പോൾ ഒന്നും കൂടെ ഒക്കെ ഒരു അല്ലേ. പിന്നെ ഇപ്പം എന്താ ഇതൊക്കെ നല്ല ജീവിതം, വേറെ ഇപ്പം എന്താല്ലേ. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പം എന്നാൽ ഇന്നത്തെ നമ്മളെ വിശേഷം നിർത്തുകയാണ്. നാളെ പുതിയ വിശേഷമായിട്ട് വരാം. എല്ലാവർക്കും ബൈ.